ബഹുമാനപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു ഒരു ദിവസം ഇങ്ങനെ പോവുകയാ. ഉമർ റളിയല്ലാഹു അൻഹു രാത്രിയിൽ ഇങ്ങനെ പോകുമ്പോൾ ഖലീഫയായ അബൂബക്കർ സിദ്ദീഖ് ഇങ്ങനെ പോകുന്നു. ഇതെങ്ങോട്ടാ അബൂബക്കർ പോകുന്നത്? ഉമറിന്റെ ഹൃദയാന്തരാളങ്ങളിൽ ഖലീഫ എങ്ങോട്ടാ പോകുന്നതെന്ന് അറിയണമെന്നുള്ള ഒരു ആഗ്രഹമുണ്ടായി. മെല്ലെ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹു ഖലീഫയെ ഇങ്ങനെ പിന്തുടർന്ന് പോയി. കുറെ ദൂരമെത്തിയപ്പോൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഒരു ഗുഹ പോലെയുള്ള ഒരു ഗുഹാമുഖം പോലെയുള്ള ഒരു ഭാഗത്ത് വന്നിട്ട് അകത്തേക്ക് കയറിപ്പോവുകയാണ്. ഉമർ റളിയല്ലാഹു അൻഹു ഇരുളിന്റെ മറവ് പിടിച്ചു മാറി നിന്നു. അബൂബക്കർ റളിയല്ലാഹു തആല അൻഹു അകത്തേക്ക് കയറിക്കഴിഞ്ഞിട്ട് മെല്ലെ ഉമർ റളിയല്ലാഹു അൻഹു ഒന്ന് നോക്കിയപ്പോൾ കാണുന്ന കാഴ്ച എന്താ? രണ്ട് കൈകളും കാലുകളും ഇല്ലാത്ത ഒരു മാംസപിണ്ഡം പോലിരിക്കുന്ന ഒരു വൃദ്ധയായ സ്ത്രീ, പടുവൃദ്ധയായ സ്ത്രീ. വാർദ്ധക്യത്തിന്റെ കാഠിന്യം കൊണ്ട് അവരുടെ കണ്ണ് കുഴിഞ്ഞു കുഴിയിലായിരിക്കുന്നു. അവരുടെ മുഖമെല്ലാം ഒട്ടിച്ചുളഞ്ഞു മാംസം ഇങ്ങനെ താഴേക്ക്, മാംസവും തൊലിയും തമ്മിലുള്ള, മാംസവും എല്ലും തമ്മിലുള്ള ബന്ധം വേർപെട്ടിട്ട് മാംസം ഇങ്ങനെ തൊലിയിൽ തൂങ്ങിക്കിടക്കുന്നു. കണ്ണു കാണാത്ത വൃദ്ധയാ, ചെവി കേൾക്കാത്ത വൃദ്ധയാ. ആ കണ്ണു കാണാത്ത, ചെവി കേൾക്കാത്ത, കൈയില്ലാത്ത, കാലില്ലാത്ത പടുവൃദ്ധയായ സ്ത്രീയാണ് ഉമറുൽ ഫാറൂഖ് കാണുന്നത്. ഉമർ നോക്കിയപ്പോൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു അതാ കയ്യിൽ നിന്ന് പൊതി നിവർക്കുകയാണ്. ആ പൊതിയിൽ നിന്ന് ആ സ്ത്രീയുടെ വസ്ത്രം കഴുകാൻ കൊണ്ടുപോയി കഴുകിക്കൊണ്ടുവന്ന വസ്ത്രം ആ സ്ത്രീക്ക് ഇടിപ്പിച്ചു കൊടുക്കുകയാണ്. അവർ ധരിച്ചിരുന്ന അവരുടെ ശരീരത്തുള്ള മോശമായ അഴുക്ക് പിടിച്ച വസ്ത്രം ഊരി മാറ്റുകയാണ്. അഴുക്കില്ലാത്ത കഴുകി വൃത്തിയാക്കി കൊണ്ടുവന്ന വസ്ത്രം ആ സ്ത്രീക്ക് ഇട്ടുകൊടുക്കുകയാണ്. എന്നിട്ട് അബൂബക്കർ സിദ്ദീഖ് മറ്റൊരു ചെറിയ പൊതി എടുക്കുന്നു. ആ പൊതിക്കകത്ത് നിന്ന് എന്തോ സാധനം ഇങ്ങനെ മുറിച്ചെടുത്തിട്ട് ആ സ്ത്രീയുടെ വായിൽ വെച്ചു കൊടുക്കുന്നു. ഉമറുൽ ഫാറൂഖ് റഹ്മാനേ അമീറുൽ മുഅ്മിനീൻ പോയ വഴിയെക്കുറിച്ച് എന്റെ ഉള്ളിലൊരു നേരെ സംശയം തോന്നിപ്പോയല്ലോ റബ്ബേ എന്ന് ചിന്തിച്ചുകൊണ്ട് അബൂബക്കർ അല്ലാഹു ഖൈർ ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹു മടങ്ങിപ്പോവുകയാ. മഹാനായ അബൂബക്കർ സിദ്ദീഖിന്റെ വഫാത്ത് കഴിഞ്ഞു. ഉമറുൽ ഫാറൂഖിനെ ഖലീഫയായി തെരഞ്ഞെടുക്കപ്പെട്ടു. മഹാനായ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ശ്രദ്ധയിൽ നിന്ന് കുറെ ദിവസത്തേക്ക് ആ വൃദ്ധയുടെ കാര്യം ഓർമ്മ വന്നില്ല. ഖലീഫയായി ഉത്തരവാദിത്തം ഏറ്റെടുത്തതിന്റെ തിരക്കില്, ആ ഉത്തരവാദിത്തം ഏറ്റെടുത്തതിന്റെ ഭാരത്തില് അവർക്ക് ഉത്തരവാദിത്തം ഭാരമായിരുന്നു മക്കളെ. അവർക്ക് കിട്ടുന്ന സ്ഥാനങ്ങൾ അവർക്ക് ഉൾക്കിരീടമായിരുന്നു. അവർ ഖലീഫയായാലും മന്ത്രിയായാലും ഉത്തരവാദിത്തപ്പെട്ട ഏത് സ്ഥാനങ്ങളിലെത്തിയാലും അവരുടെ ഉള്ളിന്റെ ഉള്ളിൽ പേടിയാ. എന്റെ റബ്ബിനോട് വരമ്പ് സമാധാനം പറയും. ഞാൻ എങ്ങനെയാണ് ഫണ്ട് ഉപയോഗിക്കുന്നത്, ഞാൻ ഉപയോഗിക്കുന്ന ഫണ്ട് എങ്ങനെ ഞാൻ ചെലവഴിക്കുന്നു, ആ ചെലവഴിക്കുന്ന ഫണ്ടിന് ഞാൻ റബ്ബിന്റെ മുമ്പിൽ സമാധാനം പറയുന്നു. ഓരോ ദീനാറുകളും സൂക്ഷിച്ച് ചെലവാക്കിയവരാ, ഓരോ ദുർഹമുകളും സൂക്ഷിച്ച് ചെലവാക്കിയവരാ. വളരെ ഗൗരവപൂർവ്വം നമ്മൾ അറിയണം. ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു ഉണ്ടല്ലോ 30 ലക്ഷം ചതുരശ്രമയിൽ വിശാലതയുള്ള പ്രവിശാലമായ ഇസ്ലാമിക് റിപ്പബ്ലിക്കിന്റെ അജയ്യനായ രണ്ടാമത്തെ പ്രസിഡന്റ് അമീറുൽ മുഅ്മിനീൻ ഉമറുൽ ഫാറൂഖ് റേഷനായിട്ട് എല്ലാവർക്കും തുണി കൊടുക്കുകയുണ്ടായി. സംഭവം നമുക്കറിയുന്നതാ. ഞാൻ ഒന്നുകൂടി ഓർമ്മിപ്പിക്കുന്നേ ഉള്ളൂ. റേഷനായിട്ട് തുണി കൊടുത്തു എല്ലാവർക്കും ഒരു കുപ്പായം ഉണ്ടാക്കാനുള്ള തുണി കൊടുത്തു. എല്ലാവർക്കും തുണി കൊടുത്തു. ആ കുപ്പായം എല്ലാവരും കുപ്പായം ഉണ്ടാക്കാൻ തുണി കൊടുത്ത കുപ്പായം കൊണ്ട് തുണിയുണ്ടാക്കി. ബഹുമാനപ്പെട്ട ഉമറുൽ ഫാറൂഖ് തുണി വിതരണം ചെയ്തതിന്റെ പിറ്റേ വെള്ളിയാഴ്ച ജുമാ നമസ്കാരത്തിന് വേണ്ടി ഉമർ റളിയല്ലാഹു അൻഹു മിമ്പറിൽ കയറിയപ്പോൾ എല്ലാവർക്കും കൊടുത്തതിന്റെ ഇരട്ടി തുണി കൊണ്ട് ഉമർ കുപ്പായം തയ്പ്പിച്ചിട്ടിരിക്കുന്നു. ഉമറിന്റെ അനുയായികൾ മുസ്ലിങ്ങളായിരുന്നു മക്കളെ. അല്ലാഹു മാത്രം ഭയക്കുന്ന മുസ്ലിങ്ങളായിരുന്നു. റബ്ബിനോട് ആരോടും ഭയമില്ല മുസ്ലിങ്ങളായിരുന്നു ഉമറിന്റെ അനുയായികളെ. ഇസ്രയേലും കൈസറിനെയും കിടിലം കൊള്ളിച്ച റോമാ സാമ്രാജ്യത്തെ വെട്ടിയുറപ്പിച്ച ആറ്റം ബോംബിന്റെ അരുമമക്കളായ അമേരിക്കക്കാർ ഇന്നും പേര് കേൾക്കുമ്പോൾ കിടിലം കൊള്ളുക ഉമറുൽ ഫാറൂഖ്. ആ ഉമറിന്റെ മുന്നിൽ എണീറ്റ് നിന്നിട്ട് ചോദിക്കുക ഒരു മനുഷ്യൻ, നിർത്തണം അമീറുൽ മുഅ്മിനീൻ ഖുത്ബ അവിടെ നിർത്ത്. ഞങ്ങൾക്കൊക്കെ തന്നതിന്റെ ഇരട്ടി തുണി കൊണ്ട് താങ്കൾ കുപ്പായം തയ്പ്പിച്ചിട്ടിരിക്കുന്നു. എവിടെന്നായത്?
താങ്കൾക്ക് എങ്ങനെ കിട്ടി ഇരട്ടത്തുണി? താങ്കൾ എങ്ങനെ ഈ കുപ്പായം തയ്പ്പിച്ചു? താങ്കൾക്ക് എങ്ങനായി ഞങ്ങളെക്കാൾ കൂടുതൽ തുണി ഉപയോഗിക്കാൻ ആരാ അനുവാദം തന്നത്? ആരോടാ മക്കളെ ഇത്? ആളിന്റെ വായ്ത്തല കൊണ്ട് ചരിത്രത്തിൽ അത്ഭുതം സൃഷ്ടിക്കുന്ന ബില്ലാളി വീരനായ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു. ആ ഉമറുൽ ഫാറൂഖിന്റെ മുഖത്ത് നോക്കിയിട്ട് ചോദിക്കുക, പറയുക, എവിടുന്നാ തുണി കിട്ടിയത്? നമുക്കിന്ന് എന്തൊക്കെ കണ്ടാലെന്താ? എന്തൊക്കെ നമുക്കിന്ന് കണ്ടാലെന്താ? പ്രതികരിക്കാൻ ശേഷിയുണ്ടോ നമുക്ക്? ഷണ്ഡന്മാരല്ലേ നമ്മൾ? ഷണ്ഡന്മാർ. എന്ത് കണ്ടാലും ഏത് കണ്ടാലും ഏത് കേട്ടാലും എത്ര അറിയാലും നമുക്കൊരു പ്രശ്നമില്ല. എന്തെല്ലാം എത്ര കോടിയുടെ അഴിമതി നടത്തിയാ നമുക്കെന്താ? കോടാനുകോടികളുടെ അഴിമതി നടത്തുന്നവനാണ് നമ്മുടെ മുന്നിൽ ബില്ലാളി വീരൻ. നമ്മുടെ മുന്നിൽ ഏറ്റവും കൂടുതൽ അഴിമതി നടത്തുന്ന ആരാ? അയാളോടാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം, ഏറ്റവും കൂടുതൽ ബഹുമാനം, ഏറ്റവും കൂടുതൽ നാണം കെട്ട പണികളുമായിട്ട് നടക്കുന്നവനാരാ? അവനോടാണ് നമുക്ക് കൂടുതൽ സ്നേഹം, അവനോടാണ് നമുക്ക് കൂടുതൽ വിധേയത്വം, അവനോടാണ് നമുക്ക് കൂടുതൽ താല്പര്യം. ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു ഉണ്ടല്ലോ, ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹുവിനോട് ചോദിക്കുകയാണ് ബഹുമാന്യരായ മുസ്ലിങ്ങളിൽപ്പെട്ട ഒരാൾ എണീറ്റിട്ട് പറയുക, എവിടുന്ന ഈ തുണി? ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, എന്നോട് കോപിക്കല്ലേ, ഞാൻ നിങ്ങളുടെ ഒന്നും എടുത്തിട്ടില്ലപ്പാ. ഞാൻ നിങ്ങളുമായിട്ട് നിങ്ങളുടെ ഒരു നയാ പൈസയോ ഒരു കീറ് തുണിയോ ഞാൻ എടുത്തിട്ടില്ല. ഇതെനിക്ക് ഈ കിട്ടിയ റേഷനായി അനുവദിക്കപ്പെട്ട തുണിയിൽ നിന്ന് എനിക്ക് കിട്ടിയ തുണി കൊണ്ട് എനിക്ക് നന്നായിട്ടൊരു കുപ്പായം തയ്പ്പിച്ചിടാൻ പറ്റാത്തത് കൊണ്ട് എന്റെ മകന് കൊടുത്ത തുണി കൂടി മകൻ എനിക്ക് തന്നിട്ട് അതുകൊണ്ടാണ് ഞാൻ തയ്പ്പിച്ചിട്ടിരിക്കുന്നത് എന്ന മകൻ ചോദിക്കുക. അവൻ പുതിയ കുപ്പായം ഇട്ടിട്ടില്ല, കാരണം അവന് കൊടുത്ത തുണിയും കൂടെ അവൻ എനിക്ക് തന്നു. ഇതാ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു. ഉമർ റളിയല്ലാഹു തആല അൻഹുവിന്റെ ഭരണം, രാജ്യത്ത് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയാൽ 114 മുമ്പുള്ള ഖലീഫ ഉമറിന്റെ ഭരണം ഇന്ത്യ രാജ്യത്തുണ്ടാകണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്ന് പറഞ്ഞത്. ഉമർ ഭരിക്കുന്ന രാജ്യത്ത് സക്കാത്ത് വാങ്ങാൻ പോലും ആളില്ലായിരുന്നു മക്കളെ. ഗാന്ധി ഉമർ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് പറഞ്ഞ കാര്യം പറയാനാണ് ഞാൻ അങ്ങോട്ട് കിടന്നിട്ട് പിന്നെ ഇങ്ങോട്ടൊക്കെ പോയത്. ഉമർ റളിയല്ലാഹു തആല അൻഹുവിന്റെ ഭരണം, രാജ്യത്ത് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയാൽ 114 മുമ്പുള്ള ഖലീഫ ഉമറിന്റെ ഭരണം ഇന്ത്യ രാജ്യത്തുണ്ടാകണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്ന് പറഞ്ഞത്. ഉമർ ഭരിക്കുന്ന രാജ്യത്ത് സക്കാത്ത് വാങ്ങാൻ പോലും ആളില്ലായിരുന്നു മക്കളെ. അതുകൊണ്ടാ ഉമർ ഭരിക്കുന്ന രാജ്യത്തെ സക്കാത്തിന് പോലും അർഹതപ്പെട്ട ആളുകളില്ലായിരുന്നു. എന്തുകൊണ്ട്? അത്രത്തോളം സാമ്പത്തിക സമത്വം അവിടെ നടപ്പിലായി. സോഷ്യലിസത്തിന്റെ ജീവിക്കുന്ന പ്രതീകമായി മദീനയുടെ ഭരണമാണ്. ബഹുമാനപ്പെട്ട ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു, ബില്ലാഹി വീരനും ബുജിഗീഷുമായ ആ അമീറുൽ മുഅ്മിനീൻ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ഭരണത്തെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത്. ജീവിതത്തിലെ സൂക്ഷ്മതയെക്കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അധികാരം കിട്ടിയാൽ, ഭരണം കിട്ടിയാൽ അത് ദുർവിനിയോഗപ്പെടുത്തി സാമ്രാജ്യങ്ങൾ സ്ഥാപിക്കലായിരുന്നില്ല അവർ ചെയ്തത്. അവർക്ക് അധികാരം അല്ലാഹു റബ്ബുൽ ഇസ്സത്തിനെ ഭയന്നുകൊണ്ട് ഒരു ചെറിയ അംശം പോലും അധികാര ദുർവിനിയോഗം നടത്താത്ത മഹത്തുക്കളായിരുന്നു. ജീവിതത്തിൽ അങ്ങേയറ്റ സൂക്ഷ്മത പുലർത്തിയ ഒരു ദിവസം യുദ്ധം കഴിഞ്ഞിട്ട് മടങ്ങി വരുമ്പോൾ ബഹുമാനപ്പെട്ട ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹു യുദ്ധം കഴിഞ്ഞിട്ട് മടങ്ങി വരികയാണ്. യുദ്ധത്തിൽ ഉമറിന്റെ സൈന്യം വിജയിച്ചു. ഉമറിന്റെ പട്ടാളം വിജയിച്ചു. സൈന്യത്തെ സ്വീകരിക്കാൻ വേണ്ടി ഉമർ റളിയല്ലാഹു അൻഹു മദീനയുടെ അതിർത്തിയിൽ പോയി. അതിർത്തിയിൽ പോയിട്ട് സ്വീകരിച്ചു വരുമ്പോൾ, യുദ്ധം കഴിഞ്ഞ് വരുമ്പോൾ ഇങ്ങനെ യുദ്ധത്തിന്റെ വിജയഭേരിയും മുഴക്കി 10,000-കണക്കിന് 1000-കണക്കിന് ആളുകൾ ഇങ്ങനെ രണ്ടു ഭാഗത്തു നിന്ന് ആശംസകൾ ചൊരിഞ്ഞുകൊണ്ട് പാട്ടുപാടിയും ഗാനങ്ങൾ ആലപിച്ചും യുദ്ധത്തിൽ പോയിട്ട് വരുന്നവരെ സ്വീകരിക്കുന്ന പതിവുണ്ട്. അപ്പൊ യുദ്ധത്തിൽ ജയിച്ചു വന്ന അലി റളിയല്ലാഹു അൻഹു, അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു ഒക്കെ ഉൾപ്പെടെയുള്ള സ്വഹാബാക്കളുടെ നേതൃത്വത്തിൽ 1000-കണക്കിന് ആളുകൾ ഇങ്ങനെ വരുമ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു കുറച്ച് മുമ്പേ ഇങ്ങനെ നടന്നു പോവുക, ഒട്ടകപ്പുറത്ത് പോവുകയാണ്. ഉമർ ഒട്ടകപ്പുറത്ത് പൊക്കൊണ്ടിരിക്കുമ്പോൾ പലരും ഇങ്ങനെ വഴിയിൽ നിന്നിട്ട് ചോദിക്കും, ഉമറിന്റെ സൈന്യം വിജയിച്ചോ? ഉമറിന്റെ സൈന്യം വിജയിച്ചോ? ഉമറിന്റെ സൈന്യം വിജയിച്ചോ? ചോദ്യത്തിലൊക്കെ അദ്ദേഹം മറുപടി പറയും, അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ് ബിഫളില്ലാഹ് ബിഔനില്ലാഹ് എന്നൊക്കെ മറുപടി പറഞ്ഞുകൊണ്ട് അദ്ദേഹം ഇങ്ങനെ പോവും. വിജയിച്ചോ വിജയിച്ചോ എന്ന് ചോദിച്ചാൽ പിന്നെ ജയിക്കാതിരിക്കുവോ? ഞങ്ങളുടെ അടിപൊളി സൈന്യമല്ലേ പോയത്, ജയിച്ചിട്ട് വില്ലാളി വീരന്മാര് മടങ്ങി വന്നിരിക്കുന്നു എന്നൊന്നും ഹുങ്കു പറയൂല, ഗർവ് പറയൂല. ഉമറിന്റെ സൈന്യം വിജയിച്ചോ?
വിജയിച്ചോ എന്ന് ചോദിക്കുമ്പോ അൽഹംദുലില്ലാ 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 എന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. ഇതാണ് ബഹുമാനപ്പെട്ട ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹു. ആ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹു ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ വഴിയോരത്ത് നിന്നുകൊണ്ട് ഒരു വൃദ്ധയായ സ്ത്രീ ചോദിക്കുന്നു, ഉമറിന്റെ സൈന്യം വിജയിച്ചോ? അവരൊരു കാഴ്ച കുറഞ്ഞ സ്ത്രീയാണ്. കുതിരപ്പുറത്തിരിക്കുന്നതോ ഉമറാണെന്നറിയുന്നില്ല, ഒട്ടകപ്പുറത്തിരിക്കുന്നതോ ഉമറാണെന്നറിയുന്നില്ല. അവരിങ്ങനെ ചോദിക്കുക, ഉമറിന്റെ സൈന്യം വിജയിച്ചോ? ബഹുമാനപ്പെട്ട ഉമറുൽ ഫാറൂഖ് പറഞ്ഞു, അൽഹംദുലില്ലാ ഉമറിന്റെ സൈന്യം വിജയിച്ചു. ഇത് കേട്ട സ്ത്രീയിൽ നിന്ന് ഒരിക്കലും ഉമർ പ്രതീക്ഷിക്കാത്ത ഒരു മറുപടി കേൾക്കുകയാ, പെട്ടെന്ന് ആ സ്ത്രീ ഒരു ശാപവാക്കെന്ന് പറഞ്ഞു, എന്നെ തൊട്ട് എന്നോട് ബന്ധപ്പെടുത്തി ഒരു ഹൈറും ഉമറിനുണ്ടാകാതിരിക്കട്ടെ. പെട്ടെന്ന് ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹു ഞെട്ടിപ്പോയി. കാരണം എല്ലാരും ഇങ്ങനെ ഉമറിന്റെ സൈന്യം ജയിച്ചോ ജയിച്ചോ അൽഹംദുലില്ലാ അൽഹംദുലില്ലാ എല്ലാരും സന്തോഷിച്ച് ആഹ്ലാദം കൊണ്ട് ഗാനങ്ങൾ ആലപിച്ചും പാട്ടുപാടിയും ബഫുമുട്ടിയും ഒക്കെ സ്വീകരിക്കുമ്പോൾ തന്റെ രാജ്യത്തിലെ ഒരു വൃദ്ധ, ഒരു കിഴവി വഴിയിൽ നിന്നിട്ട് പറയുന്നു, എന്നെ തൊട്ട് ഒരു നന്മ ഉമറിനുണ്ടാകാതെ പോട്ടെ. പെട്ടെന്ന് വേഗം ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കൽബ് പിടച്ചു. ഉമർ നല്ല കുതിരപ്പുറത്തും ഒട്ടകപ്പുറത്തും ഇറങ്ങി. ഉമറാണെന്നറിയുന്നില്ല വൃദ്ധയായ സ്ത്രീ. അവരുടെ അടുക്കലേക്ക് നീങ്ങി നിന്നുകൊണ്ട് മഹാനായ ഉമറുൽ ഫാറൂഖ് ചോദിച്ചു, എന്താണ് സഹോദരി, എന്താണ് സഹോദരി നിങ്ങൾ അങ്ങനെ ശാപവാക്ക് ചൊരിഞ്ഞത്? എന്തുകൊണ്ടാ നിങ്ങൾ ഉമറിനെ ശപിച്ചത്? നിങ്ങളോട് ഉമറിന്റെ തെറ്റ് ചെയ്തു, അതറിഞ്ഞിട്ട് നിങ്ങൾക്ക് എന്ത് വേണം? ചില ഭാഗത്തുണ്ടല്ലോ ചില കിളവികള്, ഒരു 10-75 വയസ്സൊക്കെ ആയ ചില പെണ്ണുങ്ങൾ ഉണ്ടാവും, മുമ്മമാര്. തമ്പുരാനെ വലിയ പാടാ, പോറ്റാൻ വലിയ പാടാ. എല്ലാരും അങ്ങനല്ല. ചിലര് നാവും നോട്ടവും വർത്തമാനവും മുക്കലും മൂളലും അർത്ഥം വെച്ചുള്ള മുക്കലും വലിയ പാടാ. അതുപോലത്തെ ഒരു കിഴവിയായിരുന്നു. അവരൊന്ന് കൂട്ടിക്കോ. ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു അടുത്ത് എന്നിട്ട് ചോദിച്ചു, അല്ല ഉമ്മ, നിങ്ങൾക്ക് എന്താ ഉമറിനോട് ഇത്ര ദേഷ്യം? നിങ്ങൾ എന്താ ഇങ്ങനെ, എന്തിനാ അദ്ദേഹത്തെ ശപിക്കുന്നത്? നിങ്ങൾക്ക് പെട്ടെന്ന് എടുത്തടിച്ചോലുള്ള മറുപടി, അല്ല ഞാൻ ഉമറിന്റെ ഒരു ഗുണകാംക്ഷയാ. ഉമറിന് ദോഷം വരുന്നത് എനിക്ക് വിഷമമാ, ഉമറിന് നന്മ വരുന്ന എനിക്ക് സന്തോഷ. പറയൂ, എന്താ നിങ്ങൾ തമ്മിലുള്ള പ്രശ്നം? ആ വൃദ്ധയായ സ്ത്രീ പറഞ്ഞു, ഞാൻ ഒരു കണ്ണ് കാണാത്ത, ആരും സഹായിക്കാനില്ലാത്ത, ഭർത്താവും മക്കളുമില്ലാത്ത ഒരു വിധവയായ സ്ത്രീയാ. ഞാൻ ഈ നാട്ടിൽ എത്ര കാലം കൊണ്ട് താമസിക്കുന്നു, മിക്ക ദിവസവും എന്റെ കാര്യം പട്ടിണിയാ. ഇന്ന് വരെ എന്റെ കാര്യത്തെക്കുറിച്ച് ഉമർ ചോദിച്ചിട്ടുമില്ല, അന്വേഷിച്ചിട്ടുമില്ല. അവര് തിരിച്ചങ്ങോട്ട് ഉമർ റളിയല്ലാഹു അൻഹു വീണ്ടും ചോദിക്കുക, അല്ല നിങ്ങൾ ഈ കാര്യം പോയി ഉമറിനോട് പറഞ്ഞിട്ടുണ്ടോ? നിങ്ങളിങ്ങനെ പട്ടിണി കിടക്കുന്നു, വിഷമിക്കുന്നു എന്നുള്ള കാര്യം ഉമർ അറിയണ്ടേ? ഉമറിനോടത് പറഞ്ഞിട്ടുണ്ടോ? ഉമറിനോട് പറഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പം വീണ്ടും കിഴവിക്ക് ദേഷ്യം വരിക. അവര് പറയുന്നു, ഞാൻ എന്തിനാ ഉമറിന്റെ അടുക്കൽ പോയി പറയേണ്ടത്? ഉമർ ഭരിക്കുന്ന സ്ഥലത്ത് ഏതെങ്കിലും ഒരാൾ പട്ടിണി കിടക്കുന്നുണ്ടെങ്കിൽ, ഒരാൾ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ടെങ്കിൽ അത് അന്വേഷിച്ചറിയേണ്ട ബാധ്യത ഉമറിന്. ഉമർ അന്വേഷിച്ചറിഞ്ഞിട്ടില്ല എങ്കിൽ നാളെ റബ്ബിന്റെ കോടതിയിൽ ഞാൻ ഉമറിനെതിരെ പരാതി പറയും. ഉമർ വീണ്ടും ഞെട്ടി. ഉമറിന്റെ കൽബ് പിടയ്ക്കാൻ തുടങ്ങി, ഉമറിന്റെ കണ്ണ് പറഞ്ഞൊഴുകാൻ തുടങ്ങി. ഉമർ ആ സ്ത്രീയുമായിട്ട് സംസാരിച്ച് അവസാനം ഒരു ധാരണയിലെത്തി. ഒരു നിലയിലും വഴങ്ങാത്ത അവരോട് പറഞ്ഞു, നിങ്ങൾ ഉമറിനെ കുറിച്ച് ഇനി പരാതി പറയില്ലെന്ന് പറയൂ. ഇനിയുള്ള നിങ്ങളുടെ പ്രശ്നങ്ങൾ ഉമറിനെ കൊണ്ട് നോക്കിക്കാം. ഇപ്പം നമുക്ക് തമ്മിൽ ഒരു ധാരണയിലെത്താം. 25 വെള്ളി ഞാൻ നിങ്ങൾക്ക് തരാം. ഈ 25 വെള്ളി നിങ്ങൾ വാങ്ങിയെടുത്തിട്ട് നിലവിൽ ഇന്നുവരെ ഉമറും നിങ്ങളുമായിട്ടുള്ള പ്രശ്നം അവസാനിച്ചിരിക്കുന്നു. ഉമറിനെ കുറിച്ച് നിങ്ങളിനി പരാതി പറയില്ല എന്ന് പറയണം എന്ന് പറഞ്ഞുകൊണ്ട് രണ്ടുപേരും തമ്മിൽ ധാരണയായി. കരാർ എഴുതാൻ വേണ്ടി ഉമർ റളിയല്ലാഹു അൻഹു ഇരുന്നു. ആ സ്ത്രീ അപ്പുറത്ത് മാറിയിരുന്നു. 25 വെള്ളി ആ സ്ത്രീക്ക് കൊടുത്തു. കരാർ എഴുതിക്കൊണ്ടിരിക്കുമ്പോ യുദ്ധമുന്നണിയിൽ ആദ്യമായിട്ട് മുന്നിൽ വന്ന ബഹുമാനപ്പെട്ട അലി റളിയല്ലാഹു തആല അൻഹു, അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു തആല അൻഹു മുന്നിൽ വന്നിട്ട് അസ്സലാമു അലൈക യാ അമീറൽ മുഅ്മിനീൻ, അമീറുൽ മുഅ്മിനീൻ എന്ന ശബ്ദം കേൾക്കേണ്ട താമസം പെട്ടെന്ന് ഹൃദയതാ കിടുകിടാ വിറയ്ക്കാൻ തുടങ്ങി, മുട്ടുകൂട്ടി അടിക്കാൻ തുടങ്ങി. കിടുകിടാനില പോലെ വിറച്ചുകൊണ്ട് വൃദ്ധ പിന്തിരിഞ്ഞു പോകാൻ നോക്കി. ഉമർ അവരെ അവിടെ പിടിച്ചു നിർത്തി. അലി റളിയല്ലാഹു അൻഹു അബ്ദുറഹ്മാൻ ഇബ്നു ഔഫും ചോദിച്ചു, എന്താ അമീറുൽ മുഅ്മിനീൻ എന്തു പറ്റി? അപ്പോഴാണ് ആ വൃദ്ധ അറിയുന്നത്, ആരുടെ നേരെയാണോ താൻ വിരൽ ചൂണ്ടിയത്, ആരുടെ അടുക്കലാണോ താൻ പരാതി പറഞ്ഞത്, ആരോടാണോ താൻ ഉമർ
ഉമറിനെ കുറിച്ച് ആക്ഷേപിച്ചത്. ആ ഉമറുൽ ഫാറൂഖ് തന്റെ മുന്നിലെന്ന വിവരം പറഞ്ഞ് ഉമറിനെ കുറിച്ച് കേട്ടുകേൾവി മാത്രമുള്ള പെണ്ണ് ആ വൃദ്ധയായ കിളവിയതാ മറക്കാൻ തുടങ്ങിയപ്പോൾ മഹാനായ ഉമറുൽ ഫാറൂഖ് പറഞ്ഞു, എന്താ നിങ്ങൾ നിങ്ങളുടെ അവകാശമാ ചോദിച്ചത്? എനിക്ക് ഞാനിവിടുന്ന് പോകില്ല, എനിക്ക് എഴുതി തന്നേ പറ്റുകയുള്ളൂ. നാളെ ആഖിറത്തിൽ റബ്ബിന്റെ മുന്നിൽ ചോദ്യം ചെയ്യില്ല എന്ന് എഴുതി തന്നാലല്ലാതെ ഞാൻ പോകില്ല. അറിയണേ മക്കളെ, പാവപ്പെട്ടവന്റെ കോടിക്കണക്കിന് രൂപയുടെ ഖജനാവിൽ നിന്ന് കോടികൾ കൊള്ളയടിക്കുന്നവരുണ്ടല്ലോ. തന്റെ രാജ്യത്തിലെ ഒരു പാവപ്പെട്ട വൃദ്ധയായ സ്ത്രീ അവരൊരു പരാതി പറഞ്ഞപ്പോ 25 വെള്ളി കൊടുത്തിട്ട് ആ പരാതി തീർത്തിട്ട് എഴുതി വാങ്ങി കലിയാറ് തങ്ങളുടെ കയ്യിൽ കൊടുക്കുക. എന്നിട്ട് പറയുന്നു, നാളെ ഇവരെന്നോട് ആഖിറത്തിൽ വെച്ച് ചോദ്യം ചെയ്യുമെന്ന് ആദ്യം പറഞ്ഞത് ഇവരോട് ഞാനുള്ള ഹക്ക് വീടി എന്നെഴുതിയ പേപ്പറായത്. ഇത് ഖജനാവിലെ പൈസയല്ല, എന്റെ വിഹിതമായത്. ഇതെന്റെ സ്വന്തം പൈസയാ ഞാൻ കൊടുത്തത്. ഇവരും ഞാനുമായിട്ടുള്ള ഹക്ക് വീടി എന്നെഴുതി തന്നതാ. നാളെ ഞാൻ മരിച്ചിട്ട് എന്റെ മയ്യത്ത് കൊണ്ട് കബറടക്കുമ്പോൾ എന്റെ തലയുടെ അരികിൽ ഈ പേപ്പർ കൂടി വെക്കണം വലിയേ. ഞാൻ ഭരിക്കുന്ന രാജ്യത്തുറച്ച സ്ത്രീയും പുരുഷനും എനിക്കെതിരെ റബ്ബിനോട് പരാതി പറയരുത്. അതുകൊണ്ട് പരാതി പറയുമെന്ന് പറഞ്ഞ് ഇവരുടെ വാദം ഗൗരവമായി എടുത്ത് ഇനി പരാതിയില്ലെന്ന് എഴുതി തന്ന ഈ പേപ്പർ എന്റെ തലയുടെ അരികിൽ വെക്കണമെന്ന് പറഞ്ഞ ഉമറുൽ ഫാറൂഖ് ഖലീഫയായി സ്ഥാനമേറ്റ് കഴിഞ്ഞപ്പോഴാ മക്കളെ ഓർക്കുന്നത്. അബൂബക്കർ സിദ്ദീഖ് പോയ വൃദ്ധയുണ്ടല്ലോ, ആ ദ്വാരത്തിൽ ആ ഗുഹയിലിരിക്കുന്ന വൃദ്ധ, അവരുടെ കാര്യം എന്തായി കാണുമെന്ന് 2-3 ദിവസത്തെ തിരക്ക് കഴിഞ്ഞപ്പോഴാ ഓർക്കുന്നത്. പെട്ടെന്ന് ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു ഭാര്യയോട് പറഞ്ഞ് പത്തിരി തയ്യാറാക്കിച്ചു. മക്കളെ, ഭാര്യയോട് പറഞ്ഞ് പത്തിരിയും തയ്യാറാക്കിച്ചുകൊണ്ട് നേരെ ആ വൃദ്ധ താമസിക്കുന്ന ഭാഗത്തേക്ക് പോവുകയുണ്ടായി. വൃദ്ധ അവിടെ കിടക്കുക. മറന്നുപോയോ അത് ഞാൻ പറഞ്ഞത്? ഇല്ല. ആ വൃദ്ധ കിടക്കുന്ന ഭാഗത്തേക്ക്, ആ ഗുഹയിലേക്ക് പോവുകയാണ് ബഹുമാനപ്പെട്ട ഉമറുൽ ഫാറൂഖ്. 2 ദിവസം കഴിഞ്ഞപ്പോഴാ ഓർക്കുന്നേ. പെട്ടെന്ന് വിഭ്രാന്തിയായി, പടച്ചോനെ എന്തായി കാണും അവരുടെ അവസ്ഥ. നേരെ ചെന്ന് നോക്കുമ്പോ മലവും മൂത്രവും ഒക്കെ കൊണ്ട് ആ ഗുഹ ഇങ്ങനെ നിറഞ്ഞു കിടക്കുക. മലവും മൂത്രവും ഒക്കെ കൊണ്ട് ആ ഗുഹ ഇങ്ങനെ നിറഞ്ഞു കിടക്കുക. പെട്ടെന്ന് തന്നെ ബഹുമാനപ്പെട്ട ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹു റൂമിൽ കയറി. എന്നിട്ട് ആ ഗുഹയിൽ നിന്ന് എല്ലാ അഴുക്കൊക്കെ വൃത്തിയാക്കി, മലമൊക്കെ എല്ലാം തുടച്ച് ശരിയാക്കി. എന്നിട്ട് ആ സ്ത്രീക്ക് അവരുടെ കഴുകാൻ ഉണ്ടായിരുന്ന വസ്ത്രങ്ങളെല്ലാം എടുത്ത് പൊതിഞ്ഞു വെച്ചു. ശ്രദ്ധിക്കണേ, ശ്രദ്ധിക്കുക. ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു ഈ പത്തിരി മുറിച്ചിട്ട് ആ വൃദ്ധയുടെ വായിലേക്ക് വെച്ചു കൊടുത്തു. പത്തിരി വായിലേക്ക് വെച്ചപ്പോഴേക്ക് ആ വൃദ്ധ ഉച്ചത്തിൽ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ, അബൂബക്കർ മരിച്ചു അല്ലേ? ആ വൃദ്ധ ചോദിച്ചു. ഉമർ റളിയല്ലാഹു അൻഹു ഞെട്ടിപ്പോയി. ഉമർ റളിയല്ലാഹു അൻഹു ആ വൃദ്ധ ഇനി എന്താ പറയുന്നതെന്ന് കേൾക്കാൻ കാത്തിരിക്കുക. എങ്ങനെയാ അവർക്ക് മനസ്സിലായത് അബൂബക്കർ മരിച്ചു? അവർക്ക് കണ്ണു കാണൂല, അവർക്ക് ചെവി കേൾക്കില്ല, അവരോട് അങ്ങോട്ട് ചോദിക്കാൻ പറ്റൂല നിങ്ങൾക്ക് എങ്ങനെയാ മനസ്സിലായെന്ന്. ആ വൃദ്ധ പറയുന്നു, എനിക്കറിയാം അബൂബക്കർ സിദ്ദീഖ് അല്ല എന്റെ വായിൽ പത്തിരി വെച്ചു തരുന്നത്. കാരണം അബൂബക്കർ സിദ്ദീഖാണ് വെച്ചു തരുന്നതെങ്കിൽ എനിക്ക് പല്ലില്ലാത്തത് കൊണ്ട്, എനിക്ക് ചവച്ചു തിന്നാൻ അറിയില്ലെന്ന് അബൂബക്കറിന് അറിയാവുന്നത് കൊണ്ട് അബൂബക്കർ വായിലിട്ട് ചവച്ചിട്ടാണ് പത്തിരി എന്റെ വായിൽ വെച്ചു തരുന്നത്. ഇത് അബൂബക്കർ അല്ല, അബൂബക്കർ വഫാത്തായി. ആ സ്ത്രീ പറയാ. ബഹുമാനപ്പെട്ട ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു ആ സ്ത്രീയുടെ മരണം വരെ ഒരു ദിവസം പോലും മുടങ്ങാതെ, അഥവാ യുദ്ധങ്ങൾക്ക് പോയാൽ പ്രത്യേകമായി അദ്ദേഹത്തിന്റെ ഒരു പേഴ്സണൽ സീക്രട്ടായിട്ട് അത് വെച്ചിരുന്നു. വ്യക്തിപരമായ രഹസ്യം, വേറെ ആരോടും പറയില്ല, അതാരെ ഏൽപ്പിച്ചു കൊടുത്തില്ല. എന്നിട്ട് അതാരെങ്കിലും എവിടെങ്കിലും പോയാൽ തനിക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ആളുകളോട് ആരോടും പറയരുതെന്ന് പറഞ്ഞിട്ട് അവരെ ശുശ്രൂഷിക്കാൻ വേണ്ടി ഏൽപ്പിച്ചു കൊടുക്കുമായിരുന്നു. ഉമർ റളിയല്ലാഹു അൻഹു വളരെ രഹസ്യമായി സൂക്ഷിച്ചിരുന്ന ഒരു കാര്യമാണ് ആ സ്ത്രീയുടെ. പക്ഷെ ഒരിക്കലും ത്വൽഹത്ത് റളിയല്ലാഹു അൻഹു കണ്ടുപിടിച്ചു. ത്വൽഹത്തിന് ഭയങ്കര സംശയം, എന്നും രാത്രി അമീറുൽ മുഅ്മിനീൻ ഒരു പൊതിയുമായിട്ട് എങ്ങോട്ടായി പോന്നേ. ഇപ്പോഴാണെങ്കിൽ അങ്ങനെയൊക്കെ പോയാൽ നമുക്ക് മനസ്സിലാക്കാം എങ്ങോട്ടാ പോന്നേന്ന്. പക്ഷെ അപ്പോഴൊന്നും
ഉമർ റളിയല്ലാഹു അൻഹു ഈ പൊതിയായിട്ട് എങ്ങോട്ടാ പോകുന്നത് ത്വൽഹത്തിന് ഭയങ്കര സംശയം. അങ്ങനെ ത്വൽഹത്ത് റളിയല്ലാഹു തആല അൻഹു മെല്ലെ ഒരു ദിവസം ഇങ്ങനെ ഇരുളിന്റെ മറവിൽ ഇങ്ങനെ പിന്തുടർന്ന് പോയി. എവിടെയാണ് അമീറുൽ മുഅ്മിനീൻ പോകുന്നത്? അങ്ങനെ ഈ രഹസ്യം പുറത്തു വരുന്നത്. ത്വൽഹത്ത് റളിയല്ലാഹു തആല അൻഹു പോയി മാറി നിന്നിട്ട് നോക്കി. അമീറുൽ മുഅ്മിനീനെ കുറിച്ചൊരു നേരിയ സംശയം ഉള്ളിൽ തോന്നിയിട്ട് മാറി നിന്ന് നോക്കിയപ്പോ ഇങ്ങനെ പോയിട്ട് ഈ ഭാഗത്ത് എന്നിട്ട് ത്വൽഹത്ത് മറഞ്ഞു നിന്ന് നോക്കിയപ്പോൾ കുതിരയൊക്കെ മാറ്റി നിർത്തിയിട്ട് ഒട്ടകത്തെയൊക്കെ മാറ്റി നിർത്തിയിട്ട് ഉമർ റളിയല്ലാഹു അൻഹു ഇങ്ങനെ പോവുകയാണ്. ചെന്നിട്ട് ഈ വൃദ്ധയായ സ്ത്രീയെ പരിചരിക്കുന്നതാ കാണുന്നത്. ത്വൽഹത്ത് റളിയല്ലാഹു അൻഹുവിന്റെ